എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പല വർഷങ്ങളായിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ക്ലാസ് 8 ക്രിസ്മസ് എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത ഒരുപാട് വീഡിയോസും മലയാളം മാത്രമല്ല ഇംഗ്ലീഷിൻ്റെയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. വെള്ളക്കടലാസിലിരുന്നു മുഷിയുന്നു, പേന കോട്ടുവ ഇടുന്നു, കളിയച്ചൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിലുള്ളതാണ്. ഈ വാക്യങ്ങളുടെ ആശയത്തിന് ഏറ്റവും ഉചിതമായത് ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കവി കവിത എഴുതി കഴിഞ്ഞു, കടലാസിനും പേനയ്ക്കും കവിത ഇഷ്ടപ്പെട്ടില്ല, കവിക്ക് കവിത എഴുതാൻ താല്പര്യമില്ല, കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. അപ്പോൾ വെള്ളക്കടലാസ് ഇരുന്നു മുഷിയുന്നു, പേന കോട്ടുവ ഇടുന്നു എന്ന ആശയത്തിൻ്റെ അർത്ഥം എന്താണ്? കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. ഇനി രണ്ടാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ തന്നെയാണ്. മഴവില്ലാകും നിൻ മാണിക്യമാലയും പൊൻമിന്നൽ കാഞ്ചിയും കണ്ടേൻ. മാണിക്യമാല എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മാണിക്യവും മാലയും, മാണിക്യമാകുന്ന മാല, മാണിക്യം എന്ന മാല, മാണിക്യം കൊണ്ടുള്ള മാല. അപ്പോൾ ശരിയായ ഉത്തരം 4ാമത്തെ ഓപ്ഷനാണ്, മാണിക്യം കൊണ്ടുള്ള മാല. മാണിക്യമാല എന്നത് മാണിക്യം കൊണ്ടുള്ള മാല. അടുത്തത് 1 മാർക്കിൻ്റേതാണ്. ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ തിളങ്ങി. ഗന്ധർവ ഗായകൻ എന്ന പദത്തിന് വിഗ്രഹാർത്ഥം എടുത്തെഴുതുക. ഗന്ധർവൻ എന്ന നായകൻ, ഗായകൻ്റെ ഗന്ധർവൻ, ഗന്ധർവനായ ഗായകൻ, ഗന്ധർവനും ഗായകനും. ശരിയായ ഉത്തരം എന്താണ്? ഗന്ധർവനായ ഗായകൻ. ഗന്ധർവ ഗായകൻ, ഗന്ധർവനായ ഗായകൻ. അടുത്ത ചോദ്യവും 1 മാർക്കിൻ്റേതാണ്. സാധുവാൻ കർഷകനു നൽകുവാൻ പ്രകൃതിയൊമ്പ സാമോദം സംഭരിച്ച രത്നങ്ങൾ നിറച്ചതാകാം ഇരുമ്പ് പെട്ടികളിലും പത്തായങ്ങളിലും ഏറ്റം. കവിതയോട് ഇവിടെ രത്നങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന എന്തിനാണ്? സ്വർണത്തെ, പൂക്കളെ, നെല്ലിനെ, പണത്തെ. ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? രത്നങ്ങൾ എന്ന് പറയുന്നത് നെല്ലിനെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കുത്തിയൊലിക്കുന്ന 2 പ്രവാഹങ്ങൾ. കളിയച്ചൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ഈ പ്രയോഗം സൂചിപ്പിക്കുന്ന എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. വൈലോപ്പിള്ളിയുടെയും ഒളപ്പമണ്ണയുടെയും കവിതകൾ, ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പ്രസംഗവും NV കൃഷ്ണവാര്യരുടെ തർജ്ജമയും, P കുഞ്ഞിരാമൻ നായരുടെ മനസ്സിൽ കവിത ആഗമിച്ചത്, കളിയച്ചൻ എന്ന കവിതയുടെ ആലാപനം. ഇപ്പോൾ കുത്തിയൊലിക്കുന്ന 2 പ്രവാഹങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പ്രസംഗവും NV കൃഷ്ണവാര്യരുടെ തർജ്ജമയും. കുത്തിയൊലിക്കുന്ന 2 പ്രവാഹങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. രാധാകൃഷ്ണൻ്റെ പ്രസംഗ വെള്ളച്ചാട്ടം. പ്രസംഗത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് വെള്ളച്ചാട്ടം എന്ന പ്രയോഗത്തിൽ തെളിയുന്നത്? ഇടതടവില്ലാതെ കുതിച്ചൊഴുകുന്നതാണ് വെള്ളച്ചാട്ടം. ഇടതടവില്ലാതെ കുതിച്ചൊഴുകുന്നതാണ് വെള്ളച്ചാട്ടം. ശക്തിയും മുഴക്കവുമുള്ള ശബ്ദവും വെള്ളച്ചാട്ടത്തിനുണ്ട്. ഇതുപോലെയാണ് രാധാകൃഷ്ണൻ്റെ പ്രസംഗവും. വാക്കുകളുടെ ഇടതടവില്ലാത്ത പ്രവാഹമാണത്. അതുപോലെ മുഴക്കമുള്ള ശബ്ദവും ശക്തമായ വാക്കുകളും രാധാകൃഷ്ണൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതകളാണെന്ന് ഈ വിശേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. വൈരപ്പൊടി ചിതറിയ ആകാശം. വൈരപ്പൊടി ചിതറിയ ആകാശം. P കുഞ്ഞിരാമൻ നായർ ആകാശത്തെ ഇങ്ങനെ അവതരിപ്പിച്ചതിൻ്റെ ഔചിത്യം എന്ത്? നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൻ്റെ ഭംഗി വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ് കവി. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, അതാണ് വൈരപ്പൊടി ചിതറിയ ആകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പൊടികളായി സങ്കല്പിച്ചിരിക്കുന്നത് തികച്ചും ഉചിതമാണ്. വീണ്ടും 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും അന്നം ഒരു സ്വപ്നമായിരുന്നു. വേദം എന്ന പാഠഭാഗത്തിലെ ഒരു ഭാഗമാണ്. അക്കാലത്ത് സാമൂഹിക അവസ്ഥ ഈ വരികളിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ? വ്യക്തമാക്കുക. അപ്പോൾ അന്നൊക്കെ അന്നം എന്ന് പറയുന്നത് ഭക്ഷണം ഒരു സ്വപ്നമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആഹാരത്തിനുള്ള വക പോലും കിട്ടാതെ കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു അക്കാലത്തെ മിക്ക ആളുകളുടെയും ജീവിതം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആഹാരത്തിനുള്ള വക പോലും കിട്ടാതെ കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു അക്കാലത്തെ മിക്ക ആളുകളുടെയും ജീവിതം. ബ്രിട്ടീഷ് ഭരണവും 2ാം ലോക യുദ്ധത്തിൻ്റെ കെടുതികളും കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളെയും പട്ടിണിയിലായിത്തീരുന്ന ഒരു കാലമായിരുന്നു. ഇനി അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതാനാണ്.
സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ജീവരക്ഷയ്ക്കായി എത്തിയപ്പോൾ നിങ്ങൾ ഏതു ജാതിയാണ് ഏതു മതമാണ് എന്നാരും ചോദിച്ചില്ല. ഇത് 2 വാക്യമായിട്ട് എഴുതണം. പക്ഷേ അർത്ഥത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. 2 മാർക്കാണ് ഇങ്ങനെ എഴുതി നമുക്ക് കിട്ടുക. സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ജീവരക്ഷയ്ക്കായി എത്തി. അപ്പോൾ നിങ്ങൾ ഏത് ജാതിയാണ് ഏത് മതമാണ് എന്നാരും ചോദിച്ചില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശാശ്വത അഹിംസയാണ് അമ്മ മഹാത്മാവിൻ വ്രതം. ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ. ഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. അഹിംസയുടെ മാർഗത്തിൽ മാത്രം സഞ്ചരിച്ച മഹാത്മാവാണ് ഗാന്ധിജി. അഹിംസയുടെ മാർഗത്തിൽ മാത്രം സഞ്ചരിച്ച മഹാത്മാവാണ് ഗാന്ധിജി. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിദേശീയരോട് പോരാടിയപ്പോഴും അദ്ദേഹം അക്രമമാർഗമല്ല തിരഞ്ഞെടുത്തത്. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശീയരോട് പോരാടിയപ്പോഴും അദ്ദേഹം അക്രമമാർഗമല്ല തിരഞ്ഞെടുത്തത്. അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരമുറ. ആരെയും ക്ലേശിപ്പിക്കാതിരിക്കലാണ് അഹിംസ എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തി. അതുപോലെ ശാന്തിയെ പരദേവതയായി ദൈവമായി കണ്ട ആളായിരുന്നു ഗാന്ധിജി. ലോകമെങ്ങും സമാധാനം പുലരണമെന്ന ആ മഹാത്മാവ് ആഗ്രഹിച്ചു. സർവചരാചരങ്ങളും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾ ആയിരുന്നു. ഇങ്ങനെ അഹിംസയെ വ്രതമായും ശാന്തിയെ ദൈവമായും കണ്ട ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകളാണ് വരികളുള്ളത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു 4 മാർക്കിൻ്റെ ചോദ്യം പരിചയപ്പെടാം. അമ്മയായിരുന്നു എല്ലാം. ജീവിത ബന്ധത്തിൻ്റെ പൊട്ടാത്ത ചരട്. മകൻ്റെ നടപ്പാതകൾ അമ്മ അറിയുന്നു. അമ്മയുടെ വാത്സല്യമാണ് അവൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത്. ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തിലെ വരികളാണ്. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് ഭൂമിയുടെ സ്വപ്നം. സൂചനകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം എഴുതാം. ഭർത്താവിൻ്റെ അകാല മരണത്തിൽ തകർന്നു പോകാതെ. ഭർത്താവിൻ്റെ അകാല മരണം, പെട്ടെന്നുള്ള മരണത്തിൽ തകർന്നു പോകാതെ മകനായ ഹർഷവർദ്ധനെ പ്രഗത്ഭനായ ഒരു എയ്റോസ്പേസ് എഞ്ചിനീയറായി രൂപപ്പെടുത്തിയ ഒരമ്മയെയാണ് ഭൂമിയെ സ്വപ്നം എന്ന പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത്. അവർ തൻ്റെ മകനെ സ്നേഹവും സംസ്കാരവും പഠിപ്പിച്ച് അവൻ്റെ ജീവിതത്തിന് അടിത്തറ പാക്കി. ജീവിതം വഴിമുട്ടിയിട്ടും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ആ അമ്മ കഠിനാധ്വാനം ചെയ്തു. ഇല്ലായ്മകളൊന്നും അവർ മകനെ അറിയിച്ചില്ല. അമ്മയുടെ സ്നേഹവും വ്യക്തിത്വവുമാണ് മകൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയത്. അമ്മയായിരുന്നു മകൻ്റെ എല്ലാം. ആ അമ്മയാണ് അമ്മയ്ക്ക് മകൻ തിരിച്ചു നൽകുന്നതാകട്ടെ സമൂഹത്തിനു വേണ്ടിയും സ്വന്തം നാടിനു വേണ്ടിയും ജീവിക്കുമെന്നുള്ള സ്വയം സമർപ്പണമാണ്. അമ്മ മകനെ രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ മകൻ അമ്മയെയും സ്വന്തം നാടിനെയുമാണ് മുറുകെ പിടിക്കുന്നത്. അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു. വസന്തകാലമായപ്പോൾ പ്രകൃതി പൂത്തുലഞ്ഞു. അടിവരയിട്ട പദങ്ങൾ വാക്യത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസം കുറിക്കുക. ആദ്യത്തെ വാക്കിൽ പൂത്തുലഞ്ഞു എന്ന പദത്തിന് സന്തോഷഭരിതമായി എന്നാണ് അർത്ഥം. അമ്മയുടെ മനസ്സിൽ സന്തോഷം നിറയുകയും മുഖത്ത് പുഞ്ചിരി വിടരുകയും ചെയ്തു എന്ന് സാരം. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിന് വസന്തകാലമായപ്പോൾ പ്രകൃതി പൂക്കൾ നിറഞ്ഞു എന്ന അർത്ഥമാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്ത്? യുദ്ധകളത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതാണ് ഭഗവത്ഗീത. യോഗ നന്മയ്ക്കുള്ള മാർഗങ്ങളാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. കർമ്മയോഗത്തിന് ഇത് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രതിഫലം ആഗ്രഹിക്കാതെ അർപ്പണ മനോഭാവത്തോടു കൂടി ത്യാഗസന്നദ്ധനായി കർമ്മം ചെയ്യുന്നവൻ ഏറ്റവും ഉത്തമനാണെന്ന് ഗീതയിൽ പറയുന്നു. ഗാന്ധിജിയും പ്രതിഫലേച്ഛ കൂടാതെയുള്ള കർമ്മമാണ് അനുഷ്ഠിച്ചത്. അതൊരു തരത്തിൽ യജ്ഞം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കർമ്മയോഗി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗീത നൽകിയ പുണ്യഭൂമിക്ക് മാത്രമേ ഗാന്ധിയെ പോലെയുള്ള ഒരാൾക്ക് ജന്മം നൽകാൻ കഴിയുകയുള്ളൂ. യുദ്ധകളത്തിൽ ഗാന്ധിജിയെ പോലെ ഉള്ള ഒരാൾക്ക് ജന്മം. ഇനി അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം നോക്കാം. എൻ്റെ ഗുരുനാഥൻ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വ സവിശേഷതകളെ പ്രകീർത്തിക്കുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വ സവിശേഷതകളെ പ്രകീർത്തിക്കുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ വ്യക്തിത്വ മഹിമകൾ പ്രവചനാതീതമാണെന്നാണ് വള്ളത്തോൾ പറയുന്നത്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആദർശ പുരുഷന്മാരുടെയെല്ലാം ആത്മീയാചാര്യന്മാരുടെയെല്ലാം ജീവിത മൂല്യങ്ങൾ ഗാന്ധിജിയിൽ ഒത്തുചേർന്നിരിക്കുന്നതായി വള്ളത്തോൾ സ്ഥാപിക്കുന്നു. അവരുടെയെല്ലാം സൽഗുണങ്ങൾ ഗാന്ധിജി ഒത്തുചേർന്നിരിക്കുന്നു എന്ന് കവിത ആയതിനാലാണ് എൻ്റെ ഗുരുനാഥൻ എന്ന തലക്കെട്ട് ഈ കവിതയ്ക്ക് ഉചിതമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഏതെന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളയ്ക്കൊരിട തേടി പാടുന്ന പാവത്തിൻ കാണാം പടച്ചവനെ. ഉമ്മയുടെ എന്ത് മനോഭാവമാണ് ഈ വരികളിൽ തെളിയുന്നത്? വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്. വേദം അറിവാണ്. ഏതൊരു കാര്യം അറിഞ്ഞാലാണോ യഥാർത്ഥ അറിവുണ്ടാകുന്നത് അതാണ് യഥാർത്ഥ വേദം. ഇവിടെ അറിവ് എന്താണ്? വിശക്കുന്നവന് ദൈവത്തെ കാണാം. ആഹാരം കൊടുക്കുന്നതാണ് യഥാർത്ഥ ദൈവപൂജ. അന്യനെ ഊട്ടുന്ന അമ്മയുടെ യത്നം കണ്ട് മനസ്സ് കുളിർന്നു പോയ കവി തൻ്റെ മനസ്സിൻ്റെ കാപട്യത്താൽ ഏറെ ദുഃഖിച്ചു. എൻ്റെ ചോറും ഈ കഞ്ഞിക്കലത്തിലിട്ട് ഇളക്കി വിളമ്പി തരുവാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ അവരും വിതുമ്പിപ്പോയി. ആഹാരത്തിന് ഗതിയില്ലാത്തവൻ അത് കൊടുക്കുന്നത് ദൈവപൂജയ്ക്ക് തുല്യമാണ്. ഇവിടെ ഉമ്മ ചെയ്യുന്നതും ദൈവപൂജയ്ക്ക് തുല്യമാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാത്തവർക്ക് ദൈവത്തെ കാണാനോ അറിയാനോ സാധിക്കില്ല. പട്ടിണി പരിവട്ടങ്ങൾക്കിടയിലും സാധുജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്നതിന് അമ്മ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എല്ലാവരോടും വിനയത്തോടുള്ള പെരുമാറുമ്പോഴും തോറ്റുകൊടുക്കയില്ല എന്ന ദൃഢപ്രതിജ്ഞ. അപരാജിതയായ അമ്മയുടെ മകന് നക്ഷത്രപഥങ്ങൾ സ്വപ്നം. ആദ്യമായി ഗ്രാമത്തോട് യാത്ര പറയുമ്പോൾ മനസ്സ് നിശൂന്യമാക്കാൻ ശ്രമിച്ചു. ഞാൻ എങ്ങും പറന്നകലുന്നില്ല, എപ്പോഴും അമ്മയോടൊപ്പമാണ്. ഉണ്ണിയുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് പ്രചോദനമാകുന്നുണ്ടോ? പാഠസന്ദർഭങ്ങൾ പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അച്ഛൻ നഷ്ടപ്പെട്ട ഉണ്ണിയെ ഇല്ലായ്മകൾ അറിയിക്കാതെയാണ് അമ്മ വളർത്തിയത്. അവരുടെ വാത്സല്യം അവൻ്റെ വളർച്ചയ്ക്ക് കരുത്തു നൽകി. ആർക്കും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവനായി വളർന്ന ഉണ്ണി എല്ലാവരോടും വിനയത്തോട് മാത്രമേ പെരുമാറുകയുള്ളൂ. എൻട്രൻസ് ടെസ്റ്റിൽ മികച്ച റാങ്ക് ലഭിച്ചതോടെ മുംബൈ IITയിൽ പഠിക്കാൻ പോകേണ്ടി വന്നു. പെറ്റമ്മയെയും വീടിനെയും വിട്ടകലുന്നതിൽ അവൻ്റെ മനസ്സ് വികാരസാന്ദ്രമായി. സ്വന്തം നാട്ടിൽ ചെറിയ ജോലിയുമായി അമ്മയുടെ അരികിൽ കഴിയാനായിരുന്നു ആഗ്രഹം. എന്നാൽ അമ്മയുടെ മോഹം മറ്റൊന്നാണ്. മകൻ പഠിച്ച് ഉന്നതങ്ങളിലെത്തണം. രാജ്യമാതാവിൻ്റെ അഭിമാനമായി ആ വ്യക്തിത്വം വികസിക്കണം. ധനസമ്പാദനമോ സ്വകാര്യമായ ഉയർച്ചയോ അല്ല പ്രധാനം. രാഷ്ട്രത്തിനു വേണ്ടി എന്ത് നൽകാനാവുമെന്ന ചിന്ത മാത്രമേ ഉണ്ണിയിൽ ഉണ്ടാകാവൂ. ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരമ്മ മകന് ഒരിക്കലും അവരെ നിരാശപ്പെടുത്താൻ കഴിയില്ല. അത് നന്ദികേടായിരിക്കും. അമ്മയോടൊപ്പമേ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ആ കരുത്ത് ആർജിച്ചുകൊണ്ട് താൽക്കാലികമായി അമ്മയെയും ഗ്രാമത്തെയും വിട്ട് നഗരത്തിലേക്ക് പോകുന്ന ഉണ്ണിയുടെ മനോഭാവം സ്വാഗതാർഹമാണ്. ഇനി എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഗാന്ധിജി തൻ്റെ ഗുരുനാഥനായി വെള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ എന്ന കഥയിൽ അവതരിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ വ്യക്തിത്വ മഹിമകൾ വർണ്ണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. ലോകത്തെ തൻ്റെ തറവാടായും അതിലെ ചെടികളും പൂക്കളും പുഴുക്കൾ പോലും തൻ്റെ കൂട്ടുകാരനായും താഴ്ചയെ അഭ്യുന്നതിയായും കണ്ട യോഗാത്മാവാണ് ഗാന്ധിജി. താരകാമണി മാല ചാർത്തിയാലും വിരോധികൾ കറുത്ത ചെളി പുരട്ടിയാലും അതിലൊന്നും വെറുപ്പോ ആഭിമുഖ്യമോ തോന്നാതെ ശാന്തമായ ആകാശം പോലെ വിശാലമായ മനസ്സുള്ള യോഗി വര്യനാണ് ഗാന്ധിജി. ആയുധമില്ലാതെ ധർമ്മയുദ്ധം ചെയ്യുന്നവൻ, പുസ്തകമില്ലാതെ പുണ്യത്തെ പഠിപ്പിക്കുന്നവൻ, മരുന്നില്ലാതെ രോഗം ശമിപ്പിക്കുന്നവൻ, ഹിംസാദോഷമില്ലാതെ യജ്ഞം ചെയ്യുന്നവനാണ് എൻ്റെ ഗുരുനാഥൻ. ശാശ്വതമായ അഹിംസയാണ് ആ മഹാത്മാവിൻ്റെ വ്രതം. ശാന്തിയാണ് അദ്ദേഹത്തിൻ്റെ പരദേവത. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും ഭഗവാൻ കൃഷ്ണൻ്റെ സർവരക്ഷോപായമായ ചിന്തയും ബുദ്ധൻ്റെ അഹിംസയും രന്തിദേവൻ്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രൻ്റെ സത്യവും മുഹമ്മദിൻ്റെ ക്ഷമയും ഒരാളിൽ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഗുരുവിനെ സമീപം ചെല്ലുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുക. ആ പാദത്തെ ദർശിച്ചാൽ മനസ്സിളക്കമുള്ളവൻ ധീരനാകും, കർക്കശകൻ കൃപാവശനാകും, ഏഷ്യനിക്കാർ നല്ല വാക്ക് പറയുന്നവരും പരിശുദ്ധരുമാകും, അലസനാകട്ടെ സദാ പ്രവർത്തന
നിരതനാകും. ഗീതയ്ക്ക് മാതാവായ ഭാരതത്തിന് മാത്രമേ ഇതുപോലൊരു കർമ്മയോഗിയെ പ്രസവിക്കാൻ കഴിയൂ. ഗംഗയൊഴുകുന്ന നാട്ടിലെ ഇതുപോലെ മംഗളപൂർണമായ കൽപ്പവൃക്ഷം ഉണ്ടാവൂ.